നമസ്കാരം. അപ്പോൾ നിങ്ങൾ കുറേ സമയം വന്ന് നിൽക്കുന്നതെന്ന് എൻ്റെ ആൾക്കാർ പറഞ്ഞു. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് ആസ്വദിച്ച് കഴിക്കൊണ്ടുകൊണ്ട് ഇത് ലേറ്റ് ആയതാണ്. അതിന് പറയൂ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? പൊതുഖജനാവിൽ നിന്ന് ദൂർത്തടിച്ച പണം കൊണ്ടാണ് താങ്കളടക്കമുള്ള മന്ത്രിമാർ ഭക്ഷണം കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുന്നു. അതായത് നിങ്ങളെപ്പോലുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾ പല കാര്യം ചോദിക്കും. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാരാണുള്ളത്? അല്ലേ? ഞാൻ പറയുന്നത്, അതായത് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും ഭക്ഷണം രാവിലത്തെ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ കഴിച്ചു എന്ത് ദൂരത്ത് നമ്മൾ ദൂർത്തടിക്കുന്നത്. ഇത് രാവിലെ ഞാൻ കഴിച്ചത് 2 ഇഡ്ഡലി, കുറച്ച് ചട്നി, കുറച്ച് സാമ്പാർ, ഇത്രയും ഞാൻ കഴിച്ചിട്ടില്ല. വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇതാണോ ദൂരത്ത് എന്ന് പറയുന്നത്? ബാക്കി മന്ത്രിമാരും ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെയാണോ കഴിച്ചത്? അല്ല, അത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, നോൺ വെജ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്കിഷ്ടം പിന്നെ ഇഡ്ഡലിയും ചമ്മന്തിയാണ്, ഞാനത് കഴിച്ചു. അത് പറ്റാത്തൊക്കെ നല്ല ചെമ്പാവ് പുട്ടുണ്ടായിരുന്നു, പുട്ടും കടലയുണ്ട്, അത് ഇഷ്ടപ്പെടുന്നവർ അത് കഴിച്ചു. അല്ലാത്തവർക്കുണ്ട് നല്ല ഇടിയപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, അത് വേണ്ട അവർ കഴിച്ചു. മാത്രമല്ല ചൂടോടുള്ള വെള്ളയപ്പവും മട്ടൺ സ്റ്റൂ ഉണ്ടായിരുന്നു, അത് വേണ്ടത് അവരും കഴിച്ചു. കൂടാതെ നല്ല നേന്ത്രപ്പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു, നല്ല നാടൻ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുണ്ട്. പക്ഷേ എന്തായാൽ ഈ ഒരു ടേബിളിൻ്റെ തന്നെ 5-10 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഈ 10 ആൾക്കാരും വ്യത്യസ്തമായ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഒരാൾക്ക് അതുകൊണ്ടാണ് ചിക്കനും മട്ടനും അതുപോലെ തന്നെ ചെമ്പാവ് പുട്ട്, പുഴുങ്ങിയ മുട്ട, പുഴുങ്ങിയ നേന്ത്രപ്പഴം, പിന്നെ വെള്ളയപ്പം, ഇതൊക്കെ വെക്കുന്നത്. അല്ലാതെ ഇതെല്ലാം ഒരാൾ കഴിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ദൂർത്തൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അതാണ്. സാധാരണക്കാരനായ ജനങ്ങൾ ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വീർപ്പ് താങ്കൾ കാണുന്നുണ്ട്. അല്ല, സാധാരണക്കാർ രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ലേ? അതുപോലെ നമ്മളും ഭക്ഷണം കഴിച്ചു എന്നുള്ളത്. കാരണം നമുക്ക് കേരളത്തെ എങ്ങനെ പുതിയ കേരളമാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ നമ്മുടെ കാസർഗോഡും തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ നമ്മൾ ഓരോ മണ്ഡലത്തിലൂടെയും പോകുമ്പോൾ അതാത് മണ്ഡലത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, അടുത്ത ടേസ്റ്റ് അറിയുന്നുണ്ട്. നമ്മൾ തിരിച്ച് തിരുവനന്തപുരം എത്തുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ എല്ലാ ഭക്ഷണങ്ങളുടെയും സ്വാദ് അറിയുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള സംഭവം കൂടിയുണ്ട്. അതുകൊണ്ട് ദൂരത്തല്ല, ഒറ്റ കാര്യം പറയാനുള്ളത്, വിശക്കുന്നില്ലേ? നിങ്ങളും കൂടി ഭക്ഷണം കഴിക്കുക. നല്ല മട്ടൻ കറിയുണ്ട്, അതുപോലെ ചിക്കനൊക്കെ ഉണ്ട്, കഴിച്ചിട്ട് പോകാവൂ. അപ്പോൾ നമ്മുടെ ബസ് അവിടെ സ്റ്റാർട്ടാക്കുന്നുണ്ട്. ഇല്ല, എന്നെ കൂട്ടത് ബസ് പോകും. എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഓട്ടെ. അപ്പം വരണം അടുത്ത പരിപാടി സ്ഥലത്തേക്ക് കേട്ടോ. കേട്ടല്ലോ കാര്യങ്ങൾ. അതായത് കാസർഗോഡും തുടങ്ങിയിട്ടുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലൂടെ. അതായത് മന്ത്രിമാരുടെയും പൗരപ്രമുഖരുടെയും മറ്റ് വ്യക്തികളുടെയും 3 നേരത്തെ ഭക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാണ്. അതിൽ മന്ത്രിമാർ കൊടുക്കുന്ന മറുവാക്കും ചർച്ചാ വിഷയമാണ്. അതായത് മട്ടൻ വേണ്ടാക്ക് മട്ടനും ചിക്കനും അതുപോലെ തന്നെ പച്ചക്കറികളും സലാഡൊക്കെ ആയിട്ട് നിറഞ്ഞ ഒരു ടേബിളിലാണ് ഫുഡ് കഴിക്കുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്കാര്യം ഇവർ പറയുന്നുണ്ട്, ആർഭാടമല്ല എന്നുള്ള കാര്യം. കാണുന്നവർ, പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകൾ വായിച്ചാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഓരോ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഓരോ മാധ്യമങ്ങളും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ലളിതമാണ് എന്ന് മാത്രം പറയരുത്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, നന്നായിട്ട് കഴിച്ചോളൂ. ജനങ്ങളുടെ പൈസയാണ്, ഒരു കുഴപ്പവും വരില്ല. കാരണം നിങ്ങളുടെ ആരും പോക്കറ്റിന് 5 പൈസ പോകുന്നില്ല എന്നറിയാം. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. പറയാനുള്ള പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കാണാം. ഗുഡ് ബൈ.